ഹായ്. അപ്പോൾ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നൊരു ഞായറാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാറില്ല. എന്നിരുന്നാലും ഇന്ന് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റും തുറന്ന് പ്രവർത്തിച്ച ദിവസമായിരുന്നു. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇടിവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായിട്ടുള്ള 9ാമത്തെ ബഡ്ജറ്റാണിത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്രയും ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത വേറൊരു ധനകാര്യമന്ത്രി, വേറൊരു വ്യക്തി ഇന്ത്യയിലില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് 9 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ. അതൊരു പ്രത്യേകതയാണ്. ഇനി കേരളത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യമുണ്ട്. കേരളത്തിന് നമ്മൾ ട്രെയിൻ ആവശ്യപ്പെട്ടെങ്കിലും ഹൈ സ്പീഡ് ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആമ കിട്ടി, തേങ്ങ കിട്ടി. അതായത് അത് നമുക്ക് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ആമയുമായി ബന്ധപ്പെട്ടൊരു ടർട്ടിൽ ട്രയൽ, തേങ്ങയുമായി ബന്ധപ്പെട്ടൊരു തേങ്ങ ഡെവലപ്മെൻറ്റ് സ്കീം, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് സ്കീമും കേരളത്തിനല്ല പൊതുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. 2026-27 യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് യുവ ശക്തി ഡ്രിവൺ ബഡ്ജറ്റാണ്. എന്ന് വെച്ചാൽ യുവജനങ്ങളെ ഫോക്കസ് ചെയ്ത്, യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ് യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സങ്കൽപ്പ് ടു ഫോക്കസ് ഓൺ പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഗവൺമെൻറ് സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ, അണ്ടർ പ്രിവിലേജ്ഡ്, ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റീനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ദെൻ നമുക്കറിയാം ഈ ഒരു ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഓഫീസ് നോർത്ത് ബ്ലോക്കിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കർത്തവ്യ ഭവനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കർത്തവ്യ ഭവനിൽ നിന്ന് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് 2026-27 വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ പ്രസംഗത്തിനിടയ്ക്ക്, ബഡ്ജറ്റ് പ്രസംഗത്തിനടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 കർത്തവ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ ഒരു ബഡ്ജറ്റിലൂടെ വയ്ക്കുന്നത്. ഫസ്റ്റ് കർത്തവ്യം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് കൂട്ടുക, സാമ്പത്തിക വളർച്ച കൂട്ടുക, നിലനിർത്തുക. സെക്കൻഡ് എന്ന് പറയുന്ന ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ, ജനങ്ങളുടെ ആസ്പിറേഷൻസ് നിറവേറ്റുക. ദെൻ തേർഡ് വൺ സബ്കാ സാത്ത് സബ്കാ വികാസ്. അറിയാമല്ലോ, എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ്, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എല്ലാവരിലും എത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ? പ്രൊഡക്ടിവിറ്റി കൂട്ടുക, കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടുക, റിസൈലൻസ് ടു വോളറ്റൈൽ ഗ്ലോബൽ ഡൈനാമിക്സ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇൻസിഡൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഈ ഗ്ലോബൽ ഡൈനാമിക്സ് മാറുന്നതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം? അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മൾ ബിൽഡിംഗ് റിസൈലൻസ്, അത് പ്രതിരോധിച്ച് നിർത്താൻ നമുക്ക് തയ്യാറാകണം. എന്നാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റിയും കോമ്പറ്റീറ്റീവ്നെസ്സും കൂട്ടാൻ പറ്റൂ, എന്നാലേ സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റൂ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ, ജനങ്ങളുടെ ആസ്പിറേഷൻസ് നിറവേറ്റാൻ വേണ്ടി പീപ്പിൾസ് കപ്പാസിറ്റി, അതായത് കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, സ്ട്രോങ് പാർട്ട്നേഴ്സ്. നമ്മുടെ രാജ്യത്തിനെ അഭിവൃദ്ധിയിലേക്ക്, പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കുന്ന സമയത്ത് ജനങ്ങൾ ഇവിടുത്തെ ഒരു സ്ട്രോങ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, ജനങ്ങളും വളർച്ചയിൽ പങ്കാളികളായിരിക്കണം. അതുപോലെ സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇൻക്ലൂസിവിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ കുടുംബങ്ങൾ, എല്ലാ കമ്മ്യൂണിറ്റി, എല്ലാ റീജിയൻ, എല്ലാവർക്കും തന്നെ വിഭവങ്ങൾ, അമ്യൂണിറ്റീസ്, അത് വസ്തുക്കൾ, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ കൃത്യമായി ലഭ്യമാകണമെന്നും ഈ ഒരു സബ്കാ സാത്ത് സബ്കാ വികാസിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഗ്രോത്ത് വേണം, അതുപോലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണം. ദെൻ ദ തേർഡ് വൺ ഇസ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരിക്കണം, എല്ലാവരിലും ഇതിൻ്റെ ഗുണങ്ങൾ എത്തണം. ഇനി അതിനുശേഷം പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിനകത്ത് പറയുന്ന വളർച്ചയുടെയും വികസനത്തിൻ്റെയും പില്ലേഴ്സ് ഏതൊക്കെയാണ്? സസ്റ്റൈനിങ് എക്കണോമിക് ഗ്രോത്ത്, വളർച്ച സസ്റ്റെയിൻ ചെയ്ത് നിർത്തുക. സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ ഗ്രോത്ത്, നമ്മുടെ ഗ്രോത്തിൻ്റെ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻസ് ഉണ്ട്, ഇൻഡസ്ട്രി, അതുപോലെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക. അതിനുവേണ്ടിയുള്ള റിഫോംസ് ഒക്കെ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾസ് സെൻട്രിക് ഡെവലപ്മെൻറ്റ്, ജനകേന്ദ്രീകൃതമായിരിക്കണം വികസനം എന്ന് പറയുന്നത്. ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, മനസ്സിലായല്ലോ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ട്രസ്റ്റ് ബേസ്ഡ്, ജനങ്ങൾക്ക് വിശ്വാസപൂർണ്ണമായ രീതിയിൽ നിറവേറ്റി കൊടുക്കുക, എത്തിക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ്, അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതും ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട നെടും തൂണാണ്. ദെൻ ഫിസ്ക്കൽ മാറ്റേഴ്സ്, അല്ലേ, ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫൈനാൻസ് പരമാവധി കടം കുറയ്ക്കുക, പരമാവധി ഡെഫിസിറ്റുകൾ കുറയ്ക്കുക. എന്നാൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളർച്ചയിലോട്ടും വികസനത്തിലോട്ടും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ
ഏതെല്ലാം പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണെന്ന് ബഡ്ജറ്റിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ദ ത്രീ ഫോൾഡ് അപ്രോച്ച്. നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങളും 3 കർത്തവ്യങ്ങൾ നമുക്ക് നിറവേറ്റാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 കർത്തവ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ത്രീ ഫോൾഡ് അപ്രോച്ച്, ഈ 3 കർത്തവ്യങ്ങളും നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം വേണം. വെറുതെ കർത്തവ്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം വേണം. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് മൊമെൻറ്റം ഓഫ് സ്ട്രക്ചറൽ റിഫോംസ്. സ്ട്രക്ചറൽ റിഫോംസ് ആവശ്യമാണ്. ഘടനാപരമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അത് സ്ഥിരമായിരിക്കണം, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഫോർവേഡ് ലുക്കിംഗ്, ഭാവിയെ കരുതുന്ന മാറ്റങ്ങൾ, സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരണം. AI, ടെക്നോളജി, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ. പിന്നെ ഗവേണൻസ്, IT, ടാക്സേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ. ദെൻ റോബസ്റ്റ് ആൻഡ് റിസൈലന്റ് ഫൈനാൻഷ്യൽ സെക്ടർ. ഇനി സാമ്പത്തിക മേഖല, ഫൈനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാങ്കുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അത്തരത്തിലുള്ള ഇൻഷുറൻസ് തുടങ്ങിയ ഒരു ഫിനാൻഷ്യൽ സെക്ടർ, റിസൈലൻ്റ് ആൻഡ് റോബസ്റ്റ്. ഒരു റിസൈലൻ്റ് എന്ന് പറയുമ്പം നമുക്ക് ഈ തകർച്ചയൊന്നും വലിയ രീതിയിൽ ബാധിക്കാത്ത, ഈ പറയുന്ന സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ബാധിക്കാത്ത ഒരു ബാങ്കിങ് മേഖലയൊക്കെ ഇന്ത്യയിൽ ആവശ്യമാണ്. അപ്പോൾ സേവിങ്സ് കൂട്ടാൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫിഷ്യൻസി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്. ദെൻ കട്ടിംഗ് എഡ് ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് AI ആപ്ലിക്കേഷൻ ക്യാൻ സെർവ് ആസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ ഫോർ ബെറ്റർ ഗവേണൻസ്. നല്ല രീതിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് AI ആപ്ലിക്കേഷൻസും ആധുനിക ടെക്നോളജികളെല്ലാം തന്നെ നമുക്ക് വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള സപ്പോർട്ടീവ് എക്കോസിസ്റ്റമാണ്. ടു സപ്പോർട്ട് ഈ പറയുന്ന പോലെ കർത്തവ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു എക്കോസിസ്റ്റമാണ്. ഇനി ഓരോ 3 കർത്തവ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് കർത്തവ്യക്കകത്ത് ഗവൺമെൻറ് പറയുന്നത് ആക്സലറേറ്റ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 3 കർത്തവ്യങ്ങളിലായിട്ട് ഓരോ തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ്, സ്കീംസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കർത്തവ്യക്കകത്ത് പറയുന്നത് ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച കൂട്ടുക, സാമ്പത്തിക വളർച്ച നിലനിർത്തുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്കീമുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പ്രപ്പോസ് ഇന്റർവെൻഷൻ ഇൻ 6 ഏരിയാസ്, 6 മേഖലകളിലാണ് ഗവൺമെൻറ് ഇടപെടൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫസ്റ്റ് കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് 6 മേഖലകളിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ സ്കെയില് വർദ്ധിപ്പിക്കുക. അതിനകത്ത് പറയുന്നത് ശ്രദ്ധിച്ചേ, 7 മേഖലകളിലെ മാനുഫാക്ചറിങ് സെക്ടർ. ദെൻ റെജുവനേറ്റിംഗ് ലെഗസി ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ അതായത് ലെഗസി ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ട്രഡീഷണൽ ബിസിനസ് മോഡലുകൾ ഫോളോ ചെയ്യുന്ന, ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, ലെഗസി ഇൻഡസ്ട്രീസ്, അവയെ പുനരുജ്ജീവിപ്പിക്കുക. ദെൻ ക്രിയേറ്റിംഗ് ചാമ്പ്യൻ MSME. നമുക്കറിയാം, ചെറുകിട സ്ഥാപനങ്ങൾ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്, അവയെ ചാമ്പ്യൻ MSMEs. ചാമ്പ്യൻ MSME എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളാക്കി ഉയർത്തുക. ഡെലിവറിംഗ് പവർഫുൾ പുഷ് ടു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. എൻഷുറിംഗ് ലോങ് ടേം എനർജി സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ദീർഘകാലത്തേക്കുള്ള ഊർജ്ജ സുരക്ഷ കൊണ്ടുവരിക. സിറ്റി എക്കണോമിക് റീജിയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം, നഗരങ്ങളെന്ന് പറയുന്നത് വികസനത്തിൻ്റെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവയെ വളർത്തിയെടുക്കുക, വികസിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 6 ഏരിയാസാണ് ഒന്നാമത്തെ കർത്തവ്യക്ക് അകത്ത് വരുന്നത്. അതിൽ സ്കെയിലിംഗ് അപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഇൻ സ്ട്രാറ്റജിക് ആൻഡ് ഫ്രോണ്ടിയർ സെക്ടറിനകത്ത് ബയോഫാർമ ശക്തി എന്ന് പറയുന്ന പുതിയൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബയോഫാർമ ശക്തി. അതായത് ഈ ഒരു ബയോഫാർമ ശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബയോഫാർമ അതായത് നമ്മുടെ ഇന്ത്യനെ ഒരു ലോകത്തൊരു ബയോഫാർമ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഹബ്ബാക്കി മാറ്റുക എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ ബയോഫാർമ എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ സിന്തസിസിനപ്പുറം ബയോളജിക്കലി കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മാണം നടത്തുന്നതിനാണ് ബയോഫാർമ എന്ന് പറയുന്നത്, ബയോഫാർമസ്യൂട്ടിക്കൽസ് എന്ന് നമ്മൾ പറയുന്നത്. ബയോഫാർമ ശക്തി എന്ന് പറയുന്ന ഗവൺമെൻറ് പുതിയൊരു സ്കീമാണ്. ശക്തി എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെൻറ്റ് ത്രൂ നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് ബയോഫാർമ ശക്തി, ഗവൺമെൻറ് പുതിയ സ്കീമാണ്. ദെൻ ഇന്ത്യയുടെ ഓൾറെഡി സെമി കണ്ടക്ടർ മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 2ാം ഘട്ടം സെമി കണ്ടക്ടർ 2.0 ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെമി കണ്ടക്ടർ മിഷൻ ISM 2.0. ദെൻ ഇന്ത്യനെ ഒരു ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം, ഓൾറെഡി ഇന്ത്യയിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്ലേ, അതിലോട്ടുള്ള ഗവൺമെൻറ് ചെലവ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് റയർ എർത്ത് കോറിഡോർസ്, ഇത് കേരളത്തിന് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. കേരളത്തിന് മാത്രമല്ല, ഒരു റയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ റയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള റയർ എർത്ത്
എർത്ത് മിനറൽസ് ഉള്ള സ്റ്റേറ്റുകളെ കണക്ട് ചെയ്തിട്ട് ഒരു കോറിഡോർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കി, ടു എസ്റ്റാബ്ലിഷ് ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് കോറിഡോർ ടു പ്രൊമോട്ട് മൈനിങ്, പ്രോസസ്സിംഗ്, റിസർച്ച് ആൻഡ് മാനുഫാക്ചറിങ് മിനറൽ റിച്ച് സ്റ്റേറ്റ്. അതിനകത്ത് കേരളം വരുന്നു, ഒഡീഷ വരുന്നു, ആന്ധ്രാപ്രദേശ് വരുന്നു, തമിഴ്നാട് വരുന്നു. അപ്പോൾ ഒഡീഷയിൽ നിന്ന് കണക്ട് ചെയ്ത്, നമുക്കറിയാം ഈസ്റ്റേൺ കോസ്റ്റിൽ കിടക്കുന്ന ഒഡീഷയിൽ നിന്ന് കണക്ട് ചെയ്ത് ആന്ധ്രയിലൂടെ തമിഴ്നാട്ടിലൂടെ കേരളത്തിലോട്ട് വന്ന് കയറുന്ന ഈ ഒരു ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് കോറിഡോർ പ്രോജക്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് കിട്ടിയൊരു പദ്ധതിയാണിതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അടുത്തത് എസ്റ്റാബ്ലിഷിംഗ് 3 ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്കുകൾ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് പദ്ധതി ഇടുന്നുണ്ട്. അതായത് എന്താണ്, നമ്മുടെ രാജ്യത്ത് കെമിക്കൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇങ്ങോട്ട് കെമിക്കൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കുക, സെൽഫ് റിലയൻസ്, ആത്മനിർഭരത, സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് 3 ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ബജറ്റിനകത്ത് തീരുമാനമായിട്ടുണ്ട്. സ്കീം ഫോർ എനാക്ട്മെൻറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെൻറ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് ഹൈ വാല്യൂ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെൻറ്റ്സിൻ്റെ വേണ്ടിയിട്ടൊരു സ്കീമും ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കീം ഫോർ കണ്ടെയ്നർ മാനുഫാക്ചറിങ്. അപ്പോൾ കണ്ടെയ്നർ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടൊരു പദ്ധതിയും ഗവൺമെൻറ് ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ അടുത്തത് ലേബർ ഇൻറ്റൻസീവ് ടെക്സ്റ്റൈൽ സെക്ടർ. നമുക്കറിയാം ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്, ഈ പറയുന്ന ടെക്സ്റ്റൈൽ മേഖലയുടെ പ്രത്യേകത ലേബർ ഇൻറ്റൻസീവാണ്. കൂടുതൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന, തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ തുണി വ്യവസായം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായം, അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 5 ഭാഗങ്ങളുള്ള സ്കീമുകളാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. 5 ഉപസ്കീമുകൾ ചേർന്ന ഒരു വലിയ സ്കീമാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ ലേബർ ഇൻറ്റൻസീവ് ടെക്സ്റ്റൈൽ. 5 ഭാഗമാണ് അതിനകത്തുള്ളത്. ഒന്ന് നാഷണൽ ഫൈബർ സ്കീം. അതെന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്, അതായത് ഈ പറയുന്ന പോലെ സിൽക്ക്, വൂള്, ജൂട്ട് തുടങ്ങിയ ഫൈബേഴ്സിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെയും അതിൻ്റെ സംസ്കരണത്തിൻ്റെയും കാര്യത്തിൽ ഒരു സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത കൈവരിക്കുക, അതിൻ്റെ ഉൽപ്പാദനമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. ദെൻ ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ എംപ്ലോയ്മെൻറ്റ് സ്കീം. അതായത് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ട്രഡീഷണൽ ക്ലസ്റ്റേഴ്സ് മോഡേണൈസ് ചെയ്യുക. പണ്ട് മുതലേ ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന സ്ഥലങ്ങൾ മോഡേണൈസ് ചെയ്യുക, പുതിയ സ്ഥലങ്ങളിൽ കൊണ്ടുവരിക. മാത്രമല്ല അതുവഴി കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ടെക്സ്റ്റൈൽ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക. ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ എംപ്ലോയ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് നാഷണൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പ്രോഗ്രാം. അതായത് ഹാൻഡ്ലൂം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, കൈത്തറി. ഹാൻഡിക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കരകൗശലം. അതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവരുന്നു. ടെക്സ്റ്റ് എക്കോ ഇനിഷ്യേറ്റീവ്, അതായത് സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽ അപ്പാരൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗ്ലോബലി നമുക്ക് ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽസ് ആണ് വലിയ ഡിമാൻഡ് ഉള്ളത്. അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ടെക്സ്റ്റ് എക്കോ ഇനിഷ്യേറ്റീവ്. ദെൻ സമർത്ഥ് 2.0, അതായത് നമ്മുടെ ടെക്സ്റ്റൈൽ സ്കില്ലിംഗ് എക്കോസിസ്റ്റം അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും വ്യവസായങ്ങളുമായിട്ട് ചേർന്ന് ആൾക്കാരുടെ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്കില്ല് മെച്ചപ്പെടുത്താൻ, ഈ മേഖലയെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് സമർത്ഥ്. സമർത്ഥിൻ്റെ 2.0 2ാം ഘട്ടം ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ ലേബർ ഇൻറ്റൻസീവ് ടെക്സ്റ്റൈൽ സെക്ടർ. then അടുത്തത് ഒരു മെഗാ ടെക്സ്റ്റൈൽ പാർക്കും ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു പുതിയൊരു പദ്ധതിയുണ്ട്, അതൊന്ന് നോക്കിക്കോണു. മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ അതിനകത്ത് തന്നെയുണ്ട് ഖാദി, ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത്. അപ്പോൾ പുതിയ പദ്ധതിയാണ്. ആ പദ്ധതിനെ പറ്റി ഒന്ന് നോക്കിക്കൊള്ളുക. ഡെഡിക്കേറ്റഡ് ഇനിഷ്യേറ്റീവ് ഫോർ സ്പോർട്സ് ഗുഡ്സ്. മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, സ്പോർട്സ് ഗുഡ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ദെൻ ലെഗസി ഇൻഡസ്ട്രിയൽ കൾച്ചർ, ഞാൻ പറഞ്ഞു ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്. പണ്ട് തൊട്ടേ നമ്മുടെ രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന വ്യവസായങ്ങൾ, ലെഗസി ഇൻഡസ്ട്രീസ്, അതിൻ്റെ ക്ലസ്റ്റേഴ്സ് ഒരു കൂട്ടമായിട്ടായിരിക്കും പലപ്പോഴും അത് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് റെജുവനേഷന് വേണ്ടിയിട്ടൊരു സ്കീം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 200ഓളം ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു സ്കീം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്രിയേഷൻ ഓഫ് ചാമ്പ്യൻ MSMEs. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്നുള്ള കാര്യം. MSMEനെ ഒരു വൈറ്റൽ എഞ്ചിനായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു MSMEക്ക് വേണ്ടി, SME എന്ന് വെച്ചാൽ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിന് വേണ്ടിയിട്ടൊരു ഗ്രോത്ത് ഫണ്ടും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊഫഷണൽ സപ്പോർട്ട്. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇന്ത്യയിലെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ICA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ICSI, കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ICMA, അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം തന്നെ ഇന്ത്യയിലുള്ള
പ്രൊഫഷണൽ ബോഡീസ് ആണ്. നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ഇവരെല്ലാം തന്നെ പ്രൊഫഷണൽസ് ആണല്ലേ. അപ്പോൾ ഇവരെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ബോഡീസാണ് ICA, ICSA, ICMA തുടങ്ങിയ ബോഡീസ് എല്ലാം തന്നെ. അപ്പോൾ ഇവരുടെ അടുത്ത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ ICAയുടെ അടുത്തും ICSAയുടെ അടുത്തും ICMAയുടെ അടുത്തൊക്കെ മോഡുലാർ കോഴ്സുകൾ, ചെറിയ ഹ്രസ്വകാല കോഴ്സുകൾ കണ്ടക്ട് ചെയ്യണം നിങ്ങൾ ഇനി. എന്തിന്? കോർപ്പറേറ്റ് മിത്രാസ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാം. പ്രാക്ടിക്കൽ ടൂൾസ് ഫോർ ഡെവലപ്പ് എ കേഡർ ഓഫ് കോർപ്പറേറ്റ് മിത്രാസ് ടയർ 2 ആൻഡ് ടയർ 3 ടൗണുകൾ. എന്തിനാ? പാരാ പ്രൊഫഷണൽസ് വിൽ ഹെൽപ്പ് MSME മീറ്റ് കംപ്ലയൻസ് റിക്വയർമെന്റ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. അത് MSMEകളുടെ, നമുക്കറിയാം MSME എന്ന് വെച്ചാൽ ചെറുകിട സ്ഥാപനങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് തന്നെ ഒരുപാട് ഗവൺമെന്റ് കംപ്ലയൻസ് ഉണ്ടാകും. നികുതി അടയ്ക്കണം, രജിസ്റ്റർ ചെയ്യണം, GST ഫയൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ, ഇവർക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് മിത്രാസിനെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ആ കോർപ്പറേറ്റ് മിത്രാസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ICAയും ICSAയും ICMAയൊക്കെ എന്ത് ചെയ്യണം? ഒരു ഹ്രസ്വകാല കോഴ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് ആര് പറയുന്നുണ്ട്? ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ പറയുന്നുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് പറയുന്നുണ്ട്. അതെന്തിനാണ്? പാർഷ്യൽ ഗ്യാരണ്ടി ലെൻഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ മൂവ്മെന്റ് ഓഫ് കാർഗോയ്ക്ക് വേണ്ടി, അതായത് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ മൂവ്മെന്റ് ഓഫ് കാർഗോ എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് അധികം ദോഷമുണ്ടാകാത്ത രീതിയിൽ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എത്തിക്കാനായിട്ട് ന്യൂ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോഴ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇടനാഴികൾ. അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡാങ്കുനി ഇൻ ദ ഈസ്റ്റ് ടു സൂറത്ത് ഇൻ ദ വെസ്റ്റ്, അതാണ് ഒന്നാമത്തെ കോറിഡോർ പറയുന്നത്. ഓപ്പറേഷണലൈസ് 20 ന്യൂ നാഷണൽ വാട്ടർവേസ്, അടുത്ത 5 വർഷം പുതിയ 20ഓളം ദേശീയ ജലപാതകൾ കൊണ്ടുവരുമെന്ന് ഈ ബഡ്ജറ്റിനകത്ത് പറയും. നമുക്കറിയാം നാഷണൽ വാട്ടർവേ 1, 2, 3 എന്നൊക്കെ അറിയാലോ. കേരളത്തിലൂടെ പോകുന്ന കൊല്ലം, കോട്ടപ്പുറം തുടങ്ങിയ വാട്ടർവേ പോലുള്ള ഇനിയുള്ള 20 പുതിയ നാഷണൽ വാട്ടർവേസ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. കോസ്റ്റൽ കാർഗോ പ്രൊമോഷൻ സ്കീം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. റെയിൽ ആൻഡ് റോഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് 6% നിന്ന് 12% 2047 കൂടി ഉയർത്തും എന്നും പറയുന്നുണ്ട്. ഇനി അടുത്ത് സീ പ്ലെയിൻ. നമുക്കറിയാം സീ പ്ലെയിൻ എന്ന് പറയുന്ന കേരളത്തിലൊക്കെ ഇടയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? കൊച്ചി കായലിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാം വരെയൊക്കെ പോകുന്ന സീ പ്ലെയിൻ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ല? അപ്പോൾ സീ പ്ലെയിനിന് വേണ്ടിയിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്കീം കൊണ്ടുവരുമെന്ന് പറയുന്നു. ദെൻ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ്. അപ്പോൾ കാർബൺ ക്യാപ്ചർ മെക്കാനിസംസ്, നമുക്കറിയാം ഒരുപാട് CO2 ഇപ്പം പുറന്തള്ളുന്നുണ്ട്. അതിനെ തിരിച്ചെന്ത് ചെയ്യുക? ഭൂമിയിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറന്തള്ളുന്ന അളവ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ് മെക്കാനിസം ഈ പറയുന്ന പോലെ 5 പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. പവർ, സ്റ്റീൽ, സിമന്റ്, റിഫൈനറി ആൻഡ് കെമിക്കൽ. ഈ 5 മേഖലകളിലും കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ് മെക്കാനിസം കൊണ്ടുവരുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. ദെൻ സിറ്റി എക്കണോമിക് റീജിയൻ. ഞാൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ നടത്താത്തത് അതിനുള്ള സമയം നമുക്കില്ല. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്നായിട്ടൊരു ബഡ്ജറ്റിനൊരു ഫസ്റ്റ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. എന്തൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാകുക. അല്ലാതെ ബഡ്ജറ്റിനെ പറ്റി വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയില്ല. എന്നാലും ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സിറ്റി എക്കണോമിക് റീജിയൻ. ഞാൻ പറഞ്ഞു നഗരങ്ങളെ ഗവൺമെന്റ് വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നഗരങ്ങളാണ് വളർച്ചയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് സിറ്റി എക്കണോമിക് റീജിയൻസ് ടയർ 2, ടയർ 3 നഗരങ്ങളിൽ, അതുപോലെ ടെമ്പിൾ ടൗണുകളിലും ഫോക്കസ് ചെയ്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ബേസിക് കമ്മ്യൂണിറ്റീസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതെല്ലാം തന്നെ ഗവൺമെൻറ് ഉദ്ദേശമാണ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ പാസഞ്ചർ സിസ്റ്റം. ഇവിടെയാണ് കേരളം പ്രതീക്ഷിച്ചത് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതായത് 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, അത് പ്രധാനമായിട്ടും നഗരങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടായിരിക്കും കേരളത്തിന് കിട്ടാത്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 7 പ്രധാനപ്പെട്ട ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പറയുന്നുണ്ട്. അതൊന്ന് മുംബൈനെയും പൂനെനെയും കണക്ട് ചെയ്യുന്നതാണ്. മറ്റൊന്ന് പൂനെനെയും ഹൈദരാബാദിനെയും, മറ്റൊന്ന് ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും, മറ്റൊന്ന് ഹൈദരാബാദിനെയും ചെന്നൈനെയും, മറ്റൊന്ന് ചെന്നൈനെയും ബാംഗ്ലൂരിനെയും, ദെൻ ഡൽഹി, വാരണാസി ആൻഡ് വാരണാസി സിലിഗുരി. അപ്പോൾ സിലിഗുരി കോറിഡോർ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊരു ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയയാണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റിലോട്ടുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് സിലിഗുരിയിലോട്ടുള്ള ഒരു ഹൈ സ്പീഡ് റെയിൽ കണക്ടിവിറ്റി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ 7 പ്രോജക്റ്റുകളുണ്ട്. അതിനകത്ത് കേരളത്തിൽ പ്രോജക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തത് പ്രപ്പോസൽ ഫോർ സെറ്റിംഗ് അപ്പ് ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് ഫോർ വികസിത് ഭാരത്. നമ്മുടെ വികസിത് ഭാരതത്തിനായിട്ട്
ഒരു ഹൈ ലെവൽ കമ്മിറ്റി ബാങ്കിങ്ങിന് സെറ്റപ്പ് ചെയ്യുന്നു, ബാങ്കിങ്ങിന് വേണ്ടി ഒരു ഹൈ ലെവൽ കമ്മിറ്റി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ദ വിഷൻ ഫോർ NBFC ഓഫ് വികസിത് ഭാരത് ഹാസ് ബീൻ ഔട്ട്ലൈൻഡ് വിത്ത് ക്ലിയർ ടാർഗറ്റ് ഫോർ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റ് ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ. അപ്പം ഇത് NBFCകൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ ടാർഗറ്റ്, NBFC എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഇനി ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റൂൾസിനെ കൃത്യമായി റിവ്യൂ ചെയ്ത് പരിഷ്കരണം നടത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലൊരു യൂസർ ഫ്രണ്ട്ലി ഫ്രെയിം വർക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് പ്രയോറിറ്റീസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പഴയ റൂൾ പറ്റില്ല, അത് മാറ്റം വരുത്തണമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് നടപടികൾ എടുക്കുന്നുണ്ട്. ദെൻ ഇൻഡിവിജ്വൽ പേഴ്സൺസ് റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അവർക്ക് നമ്മുടെ രാജ്യത്ത് നിക്ഷേപത്തിനുള്ളൊരു പരിധി ഉണ്ടായിരുന്നു 5% വരെ, അതിനെ 10% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള നിക്ഷേപം 10%-ൽ നിന്ന് 24% ആയിട്ട് കൂട്ടിയിട്ടുണ്ടെന്നും ഗവൺമെന്റ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ടു ഫുൾഫിൽ ആസ്പിറേഷൻസ് ആൻഡ് ബിൽഡ് കപ്പാസിറ്റി. Close to 25 crore individuals have come to the multi-dimensional poverty through a decade of our government sustained and reform-oriented efforts എന്ന് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നുണ്ട്. ഏകദേശം 25 കോടിയോളം ആൾക്കാരാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്ന് പുറത്തു വന്നത്. എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് ഒരു കോണിലൂടെയല്ല പല കോണുകളിലൂടെ നോക്കിക്കാണുന്നതിനാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ദെയർഫോർ ഡിസൈഡ് ടു പ്ലേസ് എ റിന്യൂ എംഫസൈസ് ഓൺ ദ സർവീസ് സെക്ടർ ടു പ്രൊവൈഡ് പാത്വേ ടു ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് യൂത്ത്ഫുൾ ഇന്ത്യ. പുതിയ യുവജനങ്ങളുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുന്നതിനായിട്ട് സേവന മേഖലയിലെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഗവൺമെന്റ് ഈ ഒരു ബഡ്ജറ്റിലൂടെ ചെയ്യുന്നത്. അടുത്തൊരു ഹൈ പവേർഡ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ ഗവൺമെന്റ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസിന് വേണ്ടി, എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസ്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്മിറ്റീനെ എന്തിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ദാറ്റ് ഫോക്കസ് ഓൺ സർവീസ് സെക്ടർ ആസ് എ കോർ ഡ്രൈവർ ഓഫ് വികസിത് ഭാരത്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസിത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സേവന മേഖലയാണ്. അപ്പം സേവന മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈ പവേർഡ് കമ്മിറ്റീനെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദിസ് വിൽ മേക്ക് us എ ഗ്ലോബൽ ലീഡർ ഇൻ സർവീസ് വിത്ത് 10% ഗ്ലോബൽ ഷെയർ ബൈ 2047. 2047 കൂടി ലോകത്ത് 10% ഷെയർ ഇന്ത്യയുടേതായിരിക്കും സേവന മേഖലയിൽ നിന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത്. ദെൻ അടുത്തൊരു വികസിത ഭാരതത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യണം. പല മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വേണം. ഫസ്റ്റ് ഹെൽത്ത് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ അലീഡ് ഹെൽത്ത് പ്രൊഫഷണൽ വിൽ ബി അപ്ഗ്രേഡഡ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അലീഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ AHP ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും കൊണ്ടുവരുമെന്ന് പറയുന്നു. സ്ട്രോങ് കെയർ എക്കോസിസ്റ്റം, നമുക്കറിയാം പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെറിയാട്രിക് ആൻഡ് അലീഡ് കെയർ സർവീസ്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയർ സിസ്റ്റം, ഒരു കെയർ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ വാല്യൂ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നു, പ്രൈവറ്റ് സെക്ടറുമായിട്ട് ചേർന്നിട്ട്. ആയുഷുമായി ബന്ധപ്പെട്ട് 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആയുഷ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് അപ്ഗ്രേഡ്, അതായത് അതിൻ്റെ നിലവാരം ഇപ്പോഴത്തേക്കാളും നിലവാരം ഉയർത്തുമെന്ന് പറയുന്നു. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെന്റർ ജാംനഗറിലുള്ളത്, അതിനെ ഒരു എവിഡൻസ് ബേസ്ഡ് റിസർച്ച് ട്രെയിനിങ് സെന്റർ ആയിട്ട് ഉയർത്തുമെന്നും ഗവൺമെന്റ് പറയുന്നു. അപ്പോൾ ഗവൺമെന്റ് പറയുന്നുണ്ട് യോഗയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോക ശ്രദ്ധ ഇന്ത്യ പിടിച്ചു പറ്റി. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ലോകത്ത് മുഴുവൻ ഒരു ഇന്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നതും അല്ലെങ്കിൽ യോഗേനെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ ലോകത്ത് കൊടുത്ത ഇന്ത്യയാണ്. അപ്പോൾ ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ആയുർവേദ. അതുകൊണ്ട് ആയുർവേദയുടെ സ്റ്റാൻഡേർഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആയുഷുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രപ്പോസൽസ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ അനിമൽ ഹസ്ബൻഡറി, അതായത് ലൈഫ് സ്റ്റോക്ക്, ഇന്ത്യയിൽ കർഷകരുടെ വരുമാനത്തിൽ 16% അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ലോൺ ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം ഇതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി, പാരാ വെറ്റിനറി കോളേജ്, വെറ്റിനറി ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓറഞ്ച് എക്കണോമി, നമുക്കറിയാം ഈ പറയുന്ന പോലെ സ്കിൽഡ് ആയിട്ടുള്ള എന്തായി പ്രത്യേകിച്ച് പിന്നെ അനിമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, ഗെയിമിംഗ് തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ചേരുന്നതാണ് ഓറഞ്ച് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ് ആൻഡ്
കോമിക് സെക്ടർ എന്ന് പറയുന്ന ഗ്രോയിങ് ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ഗവൺമെന്റ്. എന്താ പറയുന്നത്? ഏകദേശം ഒരു അനിമേഷൻ, വിഷ്വൽ എഫക്ട്, ഗെയിമിംഗ് ആൻഡ് കോമിക് കണ്ടന്റ് ക്രിയേറ്റർ ലാബ് ഇന്ത്യയിലെ 15,000-ഓളം സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈനെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, ഇന്ത്യയിൽ ഏകദേശം 2030 20 ലക്ഷത്തോളം ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾക്കിടയിലോട്ട് ഇത് കൊണ്ടുവരാനായിട്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് 15,000-ഓളം സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ലാബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡിസൈൻ ഇൻഡസ്ട്രീസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ത് ചെയ്യുന്നു പറയുന്നു, സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരു പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിസൈൻ സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് ഈസ്റ്റേൺ ഭാഗത്തായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇനി അടുത്ത് പ്രൊമോട്ട് ആസ്ട്രോഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി വയ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് അതിന്റെ ഭാഗമായിട്ട് ആസ്ട്രോഫിസിക്സിന്റെയും ആസ്ട്രോണമിയുടെയും പ്രൊമോഷന് വേണ്ടി 4 ടെലിസ്കോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊണ്ടുവരുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നിലവിലുള്ളവയെ അപ്ഗ്രേഡ് ചെയ്യും, മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. ഏതൊക്കെയാണത്? നാഷണൽ ലാർജ് സോളാർ ടെലിസ്കോപ്പ്, the National Large Optical Infrared Telescope, the Himalayan Chandra Telescope and the Cosmos 2 Planetarium. ഓക്കെ അല്ലേ? ആസ്ട്രോഫിസിക്സിനും ആസ്ട്രോണമിക്കും വേണ്ടിയിട്ടും ഈ ബഡ്ജറ്റിനകത്ത് തുക മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കീം കൃത്യമായിട്ടും പറയുന്നുണ്ട്. ടൂറിസം, നമുക്ക് ഒരു ടൂറിസത്തിന് ഹൈ വാല്യൂ സെക്ടറായിട്ട് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി ബൈ അപ്ഗ്രേഡിംഗ് ദ എക്സിസ്റ്റന്റ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അത് സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിനെ അപ്ഗ്രേഡ് ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സെറ്റപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത് അക്കാഡമിക്സിനും അതുപോലെ ഇൻഡസ്ട്രീസിനും ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കും. ടൂറിസം ഇൻഡസ്ട്രിക്കും ഗവൺമെന്റിനും ഈ ടൂറിസം മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി പ്രവർത്തിക്കുമെന്നും ഗവൺമെന്റ് പറയുന്നു. Then National Destination Digital Knowledge Grid to establish digitally document all the places of significance. അപ്പോൾ കൾച്ചറൽ, സ്പിരിച്വൽ ആൻഡ് ഹെറിറ്റേജ് സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഡിജിറ്റലി ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ് എന്ന് പറയുന്നു. ദിസ് ഇനിഷ്യേറ്റീവ് വിൽ ക്രിയേറ്റ് ഒരു ന്യൂ എക്കോസിസ്റ്റം ഓഫ് ജോബ്സ് ഫോർ ലോക്കൽ റിസർച്ചേഴ്സ്. Then India has a potential and opportunity to offer world-class trekking and hiking experience. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള ട്രെക്കിംഗ് ആൻഡ് ഹൈക്കിംഗ് എക്സ്പീരിയൻസിനായിട്ട് 3 കാര്യങ്ങൾ ഗവൺമെന്റ് പറയുന്നു. ഒന്ന് മൗണ്ടൻ ട്രയൽ, അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ആർക്കു വാലി, ഈസ്റ്റേൺ ഗട്ട്സ്, പൊടികൈ മലൈ, വെസ്റ്റേൺ ഗട്ട്സ്, ഇത്രയും ചേർന്ന ഒരു മൗണ്ടൻ ട്രയൽ. ടർട്ടിൽ ട്രയൽ, അതാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള ടർട്ടിൽ ട്രയൽ, അതായത് ഒഡീഷ, കർണാടക, കേരള കോസ്റ്റിലൂടെ. ബേർഡ് വാച്ചിങ് ട്രയൽ, പുലിക്കട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട് അതിർത്തിയിലുള്ള പുലിക്കട്ട് ലേക്കിലും ഒരു ട്രയൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ വർഷം നമുക്കറിയാം ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന 2024 ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. ഈ വർഷം ഇന്ത്യ ആദ്യമായിട്ട് ഒരു ബിഗ് കാറ്റ് സമ്മിറ്റ് നടത്തുന്നുണ്ട്. 95ഓളം രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. ദെൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 15 ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ലോഥാൽ, ധോളവീര, റഹിഗാർഹി, അടുത്ത അതിനുശേഷം ആദിച്ചനല്ലൂർ, സാർനാഥ്, ഹസ്തിൻപൂർ, ലേ പാലസ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൾച്ചറൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റുമെന്ന് പറയുന്നുണ്ട്. ഖേലോ ഇന്ത്യ മിഷൻ നമ്മുടെ രാജ്യത്തെ സ്പോർട്സ് സെക്ടറിനെ പരിവർത്തനപ്പെടുത്താൻ, അടുത്ത 10 വർഷത്തിൽ പരിവർത്തനപ്പെടുത്താൻ ഖേലോ ഇന്ത്യ മിഷൻ ലോഞ്ച് ചെയ്യുമെന്നും പറയുന്നു. 3ാമത്തെ കർത്തവ്യ വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ് ടുവേർഡ്സ് എ വികസിത് ഭാരത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫാമേഴ്സ് ഇൻകം കൂട്ടാനുള്ള നടപടികൾ പറയുന്നു. ദിവ്യാഞ്ജൻ, നമുക്കറിയാമല്ലോ എന്താ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എംപവർമെന്റിന് വേണ്ടിയുള്ള പദ്ധതികൾ. എംപവറിംഗ് വൾണറബിൾ ആക്സസ് മെന്റൽ ഹെൽത്ത് ആൻഡ് ട്രോമ കെയർ. ദെൻ ഫോക്കസിങ് ഓൺ പൂർവോദയ സ്റ്റേറ്റ്, നമുക്കറിയാം പലപ്പോഴും വികസനം എത്താതെ കിടക്കുന്ന സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് അല്ലെ, 7 സിസ്റ്റർ സ്റ്റേറ്റ്സ്. അവരുടെ വികസനം എത്തിക്കാനുള്ള പദ്ധതികൾ, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികൾ. ഇതാണ് ഏതിനകത്ത് വരുന്നത്, 3rd കർത്തവ്യക്കകത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം, ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലായിട്ടൊരു കോക്കനട്ട് പ്രൊമോഷൻ സ്കീം കൊണ്ടുവരുമെന്ന് പറയുന്നു. നിലവിൽ
എന്താണ് ഈ പറയുന്ന പോലെ സെനയിലും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോക്കനട്ടുകളെല്ലാം മാറ്റി പുതിയത് നടാൻ വേണ്ടിയിട്ട് അവർക്ക് തെങ്ങിൻ തൈകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് പോലുള്ള കോക്കനട്ട് ഗ്രോയിങ് സ്റ്റേറ്റുകൾക്ക് ഇത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യൻ കാഷ്യൂ ആൻഡ് കൊക്കോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുന്നു. ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി ഇന്ത്യൻ കാഷ്യൂവിനെ കൊക്കോനെ മാറ്റുക 2030 കൂടി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാൻഡൽവുഡ് പ്രൊമോഷന് വേണ്ടിയിട്ടൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഭാരത് വിസ്താർ, വിർച്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സസ്. അപ്പോൾ ഒരു AI ടൂളാണ്. അഗ്രികൾച്ചർ പ്രാക്ടീസുകൾ AI സിസ്റ്റവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ലിംഗ്വൽ AI ടൂളാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്ന വിർച്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സ്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിന് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. ഞാൻ ഏത് കൃഷി ഇപ്പം ചെയ്യണം, ഈ കൃഷി ചെയ്താൽ എനിക്ക് ലാഭം ഉണ്ടാകുമോ, ഇന്ന് മഴ വരാൻ സാധ്യത ഉണ്ടോ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കൃഷി നാശമായി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഭാരത് വിസ്താർ എന്ന് പറയുന്നത്. ദെൻ ഷീ മാർട്ട്സ്, അതൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. ഷീ മാർട്ട് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് എൻ്റർപ്രൈസ് സെൽഫ് ഹെൽപ്പ് ഓൺടർപ്രണർ ആണ് ഷീ എന്ന് പറയുന്നത്. അപ്പോൾ ഷീ മാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മ്യൂണിറ്റി ഓൺഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അവിടെ സ്ത്രീകളായിരിക്കും ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ഓൾറെഡി ഉള്ള ലാഖ്പതി ദീദി സ്കീം സക്സസ് ആയതുകൊണ്ടാണ് ഗവൺമെൻറ് ഷീ മാർട്ടുകൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിറ്റി, കൂട്ടമായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സംരംഭങ്ങളാണ് ഷീ മാർട്ടുകൾ എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഓൺടർപ്രനോർ എന്നുള്ളതാണ് ഷീയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നില ഹെൽത്ത് ആൻഡ് ട്രോമാ കെയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ട്രോമാ കെയർ എന്ന് പറയുന്നൊരു സ്ഥാപനം വരികയാണ്. അതുപോലെ തന്നെ റാഞ്ചിയിലും തെസ്പൂരിലുള്ള സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ എമർജൻസി ട്രോമാ കെയർ സെൻറ്റേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനമായിട്ടുണ്ട്. ഇനി പൂർവോദയ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സൈറ്റുകൾ, നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് റീജിയനിൽ മഹായാന, വജ്രയാന ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിസ്റ്റ് സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഗവൺമെൻറ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ, ഇത്രയും സ്കീമുകളാണ് ഈ ഒരു ബഡ്ജറ്റിനകത്തുള്ളത്. ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ പറയുന്നത് 2030-31 കൂടി ഡെറ്റ് ടു GDP റേഷ്യോ 50 ±1 ആയിട്ട് നിർത്തും. 50% ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് വെച്ചാൽ ഗവൺമെൻറ് മൊത്തം ഡെറ്റ്, അതായത് കടം. GDP എന്ന് വെച്ചാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ തുകയാണ് GDP. അപ്പോൾ GDPയുടെ എത്ര % ആണ് കടം, ഡെറ്റ്. അപ്പം മാക്സിമം 50 ±1 ആയിട്ട് 2030-31 ആകുമ്പോൾ നിലനിർത്തുമെന്ന് ഗവൺമെൻറ് ബഡ്ജറ്റിനകത്ത് പറയുന്നുണ്ട്. ദെൻ നമുക്കറിയാം പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് 2024 മുന്നോട്ട് വെച്ചു, 2025 പാസ്സാക്കി. 2026 ഏപ്രിൽ 1 ആ ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരും. പഴയ ഇൻകം ടാക്സ് ആക്ടിൽ ഒരുപാട് നൂലാമാലകൾ, ഒരുപാട് ടേംസ് ആൾക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഭയങ്കര സിംപ്ലിഫൈഡ് ആക്കി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ആൾക്കാർക്ക് യാതൊരു ഡിഫിക്കൽട്ടി ഇല്ലാതെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഡെഫിസിറ്റുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന വലിയ രീതിയിൽ കുറച്ച് 4.3 എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഇപ്പോൾ 1.5 ആണ് ഗവൺമെൻറ് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് 0.7 ആണ്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0.3 ആണ്. എല്ലാ ഡെഫിസിറ്റുകളും ഇന്ത്യയുടെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ദെൻ പൈസ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ വരുമാനം ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റി, കടവും മറ്റ് ബാധ്യതകളുമാണ്. ഇനി നികുതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് ആണ് നികുതി വരുമാനത്തിൽ. രണ്ടാമത് കോർപ്പറേഷൻ ടാക്സ്, മൂന്നാമതാണ് GST എന്ന് പറയുന്നത്. ഇനി പൈസ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആണ്, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വിഹിതം. രണ്ടാമത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, മൂന്നാമത് സെൻട്രൽ സെക്ടർ സ്കീം. ഇങ്ങനെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊന്ന് നോക്കി വെച്ചോളുക. ദെൻ ഗവൺമെന്റ് ഏതൊക്കെ ഐറ്റത്തിനാണ് പൈസ ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തവണ ചെലവാക്കിയിട്ടുള്ള ഡിഫൻസിലും അല്ല, അതിന് മുകളിൽ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് സാധാരണ എല്ലാ വർഷവും ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. പക്ഷേ ഇത്തവണ മേജർ ഐറ്റം ട്രാൻസ്പോർട്ട്, രണ്ടാമത് ഡിഫൻസ്, ഏറ്റവും താഴെ നോക്കി ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് പൈസ ചെലവാക്കിയിട്ടുള്ള ഐറ്റം അത് ട്രാൻസ്പോർട്ടാണ്, രണ്ടാമത് ഡിഫൻസ് ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാകും. ടെലഗ്രാം ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്